ലതാജി അമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നെയ്യ് അല്ലെങ്കിൽ അയക്കൂറ എന്നൊക്കെ പറയും. ആ മീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ചെയ്യുന്ന രീതിയാണിത്. കുറച്ചൊരു 10 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി അത് പേസ്റ്റാക്കിയിട്ട് അതിലേക്ക് മീനിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, മുളക്, 1 സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റും കൂടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. അല്പം പുളിയുടെ ഒരു ക്രീം എടുത്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കണം. എന്നിട്ട് അത് ഈ മീനിൽ പുരട്ടി വയ്ക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ അങ്ങനെ ചെയ്ത് വയ്ക്കാം. പിന്നീട് അത് ഒരു ഫ്രൈ പാൻ ചൂടാക്കി ഓയിലൊഴിച്ച് കുറച്ച് വേപ്പില ഇട്ടിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ മുളകൊക്കെ പുരട്ടി എല്ലാ മീനും മുളകൊക്കെ പുരട്ടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മീൻ. അത് പിന്നീടാണ് ഞാനിത് വറുക്കാൻ. കുറച്ച് ഓയിലൊഴിച്ച് പിന്നെ വേപ്പില നല്ല തണ്ടോട് കൂടിയിട്ട് ഒരു 4 തണ്ട് വേപ്പില ഈ ഓയിലിൽ നിരത്തി വെച്ചു. അതിൻ്റെ മീതെ മീൻ നിരത്തി വയ്ക്കണം. അപ്പോൾ ഈ വേപ്പിലയുടെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് മീൻ വറുക്കുമ്പോൾ, അതിൽ വേപ്പിലയും കൂടി വരുമ്പോൾ. അപ്പോൾ ഇത് അങ്ങനെ വേപ്പില ഇട്ട് വെച്ചിട്ട് അതിൽ മീൻ ഓരോന്നായി നിരക്കണം. അപ്പോൾ അത് ചെറിയ ചൂടിൽ മെല്ലെ വേവിച്ചെടുക്കാം. അത് ഒറ്റയടിക്ക് അങ്ങനെ ഒന്നിച്ച് ഇടാണ്ട് കുറച്ചായിട്ട് മറിച്ചിടുക. ഒരു പ്രാവശ്യം മറിച്ച് അടുത്ത മറ്റേ ഭാഗം ഒന്ന് മെല്ലെ വേവിച്ചെടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം മറിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ മീൻ നല്ല ടേസ്റ്റാവും. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരു നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ മീനിൻ്റെ മീതെ ഇത് വെച്ച് വറുത്ത് വയ്ക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് അവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മീനിൻ്റെ ഒരു ഭാഗം കുറച്ച് വലിഞ്ഞുണ്ട്. അപ്പോൾ അത് മെല്ലെ 2 സൈഡും കൂട്ടി പിടിച്ചിട്ട് ഒന്ന് മറിച്ചിടുക. അങ്ങനെ അത് 2 പ്രാവശ്യം അങ്ങനെ മറിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അത് നല്ല അടിപൊളി മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം.